ദിനവേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്ത് അമേരിക്കയുടെ പല സ്റ്റേറ്റിൽ നിന്ന് ഒരുമിച്ച് ഈ ഫോൺ ഫ്ലാറ്റ് മീഡിയയിൽ കൂടി നമുക്ക് പ്രേയർ പാർട്ണർഷിപ്പ് ഫിലദൽഫിയ തങ്കമാമയുടെ ഉണ്ണിച്ചാൻ്റെ നേതൃത്വത്തിൽ കുറേ ദൈവമക്കൾ ചേർന്ന് കഴിഞ്ഞ 32 വർഷക്കാലം നടത്തുന്ന മീറ്റിങ്ങിൽ ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സാക്ഷ്യം നിർവഹിപ്പാൻ ലഭിച്ച സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഒരു വിതപ്പാൻ പോയ ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. കുറേ വിത്തെടുത്ത് അവൻ വിതച്ചു. ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് ചതുപ്പിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നമുക്കറിയാം ആ അനുഭവങ്ങൾ. പാറസ്ഥലത്ത് വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. ചതുപ്പ് നിലത്ത് വീണത് അത് താഴോട്ട് ഇറങ്ങിയെങ്കിലും അതിന് യഥാർത്ഥമായി പല ചിന്തകളും പല രീതിയിലൊന്നും വളരുവാനായിട്ട് സാധിച്ചില്ല. മുള്ളിൽ വീണത് കിളിച്ചു, പക്ഷേ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെ ഞെരുക്കിക്കളഞ്ഞതുകൊണ്ട് വളരുവാൻ സാധിച്ചില്ല. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് അത് 100, 60, 30 ഫലം കായ്ച്ച് അനേകർക്ക് പ്രയോജനകരമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന ഈ നിലത്തോട്ട് ചിലപ്പം പാറസ്ഥലമായിരിക്കാം, ചിലപ്പോൾ മുള്ളിനടിയിൽ വീഴുന്ന അനുഭവമായിരിക്കാം, ചതുപ്പായിരിക്കാം, അതോ നല്ല നിലത്താണോ? ഈ വിത്ത് എന്ന് പറഞ്ഞത് ദൈവവചനമാണ്. ഒരേ വിത്താണ് 4 സ്ഥലങ്ങളും വീണത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പ്രാരംഭമായി നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവവചനമാകുന്ന ഈ വിത്ത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വിതറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെയിരിക്കുന്നു? ഒരു കട്ടിയായിട്ടുള്ള റിപ്പൽ ചെയ്യുന്ന അനുഭവമാണോ? അതോ കേൾക്കും ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ ആകുലപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണോ? ഏത് തന്നെയായിരുന്നാലും നല്ല നിലം ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളിൽ എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. തുടർന്നും ഹല്ലേലൂയ, നാളെയും ഹല്ലേലൂയ. ഞാൻ എടുക്കുന്ന വിഷയം പലപ്പോഴും ഈ അരമണിക്കൂർ കൊണ്ട് നിർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നെടുക്കുന്ന വിഷയവും അത് എത്ര രീതിയിൽ പറഞ്ഞാലും മതി വരത്തില്ല. എന്നാൽ ആവുന്നിടത്തോളം അപ്രകാരമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ, നമുക്ക് ദിവസവും ഹല്ലേലൂയ ഇനി കേൾക്കാൻ അവസരങ്ങളുണ്ടല്ലോ. അങ്ങനെ അവസരം ലഭിക്കുവാണെങ്കിൽ തുടർന്നും ഇതിനുള്ള ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഏതെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനാകുന്ന യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം. അത് ഇപ്രകാരം വിളിച്ചു പറയുന്നു. അത് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെ മൂടിക്കുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഹല്ലേലൂയ അത് കയ്യിലെടുത്തുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചാട്ട് നല്ല നിലത്ത് വീഴുന്ന അനുഭവത്തോടുകൂടി, കർത്താവേ നീ എന്നെ ഇത് കേൾപ്പിക്കണമേ, അത് കർത്താവേ എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുള്ളു യോഗ്യതായൻ ദൈവമേ, എന്തുള്ളു യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം.
യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം. ഇത്തരയിലെന്നെ ഇത്രത്തോളം നിർത്താൻ എന്തുള്ളു യോഗ്യത, അപ്പാ എന്തുള്ളു യോഗ്യത, അപ്പാ എന്തുള്ളു യോഗ്യത. സ്നേഹവാനായ സ്വർഗീയപിതാവേ, ഈ രാവിലെ ഈ സമയത്ത് കർത്താവേ, ദൈവവചനവുമായിട്ട് എഴുന്നേൽത്ത് നിൽപ്പാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ ഇദ്ധരയിൽ ഇത്രത്തോളം കൊണ്ടുവരുവാൻ കാൽവറിയിലെ ദൈവസ്നേഹം, കാൽവറിയിലെ കരുണ, കാൽവറിയിലെ ദയ നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ വായിച്ച ഈ വചനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ വചനം കർത്താവേ, അത് 100, 60, 30 മേനി ഫലം കേൾപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും കർത്താവേ അവിടുത്തേക്ക് പ്രസാദനമായി തീരുവാൻ മിശിഹാമൂലം സഹായിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഉള്ളതിൽ 23-ാമത്തെ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അത് 66 അധ്യായങ്ങളും 1292 വാക്യങ്ങളും അടങ്ങിയ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ വചനമാണ്. യെശയ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ രക്ഷ. ഈ യെശയ്യാ പ്രവചനത്തിലെ വേദപുസ്തകത്തിലെ ഒരു വേദപുസ്തകം എന്നറിയപ്പെടുന്നത് കാരണം അത് 66 അധ്യായങ്ങളുള്ളതുകൊണ്ട് ആ 66 പുസ്തകങ്ങളിലും അടങ്ങിയിരിക്കുന്ന വലിയേറിയ മർമ്മം ഇത്. ഈ പുസ്തകത്തെ ഹല്ലേലൂയ 5-ാമത്തെ ഗോസ്പൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് മരണം, ജീവിതം, ഉയർപ്പ്, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം പറയുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. നമുക്കറിയാം, ഹല്ലേലൂയ പറയുന്നുണ്ട്, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. 9-ാമത്തെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചു, നമുക്കൊരു മകൻ നൽകപ്പെട്ടു, ആധിപത്യം അവൻ്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഏത് കുടുംബത്തിലാണ് ജനിക്കുന്നത്? ഈശോയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടുമെന്ന് പറയുന്നു. അത് തന്നെയുമല്ല, ആ 11-ാം അധ്യായത്തിൽ യഹോവയുടെ ആത്മാവ് ഹോളി സ്പിരിറ്റുമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ 42-ാം അധ്യായത്തിൽ അവൻ എങ്ങനെയാണ് ശുശ്രൂഷ, ഇതാ എൻ്റെ ദാസൻ, ഹാലിൽ ഇതൊക്കെയും കാണുന്നുണ്ട്. ആ 1000 ആണ്ട് കാലം യെശയ്യാവ് 11-ലും 25 ഗർഭിണിയ പ്രസവിക്കുന്ന കുഞ്ഞ് അണലിയുടെ കല്ലെളിയ പൊത്തിൽ കീഴും, പാമ്പിൻ്റെ കൂടെ കളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാളനില്ലാത്തൊരു കാലം, ഹല്ലേലൂയ. അവിടെ പാപമില്ലാത്തൊരു ഹല്ലേലൂയ ജീവിതം അവിടെയൊക്കെയും കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53 വിട്ടുകളയാനൊക്കത്തില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരുന്ന ഹല്ലേലൂയ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയ അവസ്ഥ നമുക്കവിടെ കാണാം. 66-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതുകൊണ്ടാണ് ഹല്ലേലൂയ പുതിയ നിയമത്തിലെ ഹല്ലേലൂയ ഒരു 5-ാമത്തെ ഗോസ്പലായിട്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകനെ വേദപഠിതാക്കൾ വിളിക്കുന്നത് ഹല്ലേലൂയ പഴയ നിയമത്തിലെ പൗലോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകം പഠിച്ചാൽ 1 തൊട്ട് 39 അധ്യായങ്ങളിൽ പഴയ നിയമത്തിലെ ന്യായവിധിയും ശിക്ഷയും, 40 തൊട്ട് 66 വരെ പുതിയ നിയമത്തിൻ്റെ ദൈവകൃപയും ആശ്വാസത്തെ പറ്റിയൊക്കെയും നമുക്ക് പറയുന്നുണ്ട്. ഞാൻ ഹല്ലേലൂയ ഇതിൻ്റെ ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. യെശയ്യാ പ്രവാചകൻ ഒരു പ്രവാചകനാണ്, ഒരു രാജകീയ കുടുംബത്തിൽ ജനിച്ചതാണ്. ഇതെല്ലാം നമുക്ക് 1-ാം അധ്യായത്തിൽ അറിയാം. 4 രാജാക്കന്മാർ യഹൂദ ഭരിച്ച 10, 11, 12, 13-ാമത്തെ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ 4 രാജാക്കന്മാരുടെ കാലത്ത് 50 വർഷക്കാലം ഹല്ലേലൂയ പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം
പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലൂ ഹല്ലേലൂയ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, എറൈസ് ഷൈൻ ഫോർ ദൈ ലൈറ്റ് ഈസ് കം. എറൈസ്. ഹല്ലേലൂയ. എറൈസ് ഷൈൻ. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ പ്രകാശിക്കുക. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം എവിടെയാണ് നമ്മൾ വീണത് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും. ഹല്ലേലൂയ. വീണടത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ആ സ്ഥാനത്ത് ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എഴുന്നേൽക്കുക എന്ന് ദൈവവചനം പറയുന്നു. ഒന്നാമതായിട്ട് ഹല്ലേലൂയ സമയ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എപ്പോൾ സമയം തീരുന്നു അന്നേരം ഞാൻ സ്റ്റോപ്പ് ചെയ്യും. തുടർന്നുള്ളതായുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളോ തുടർന്നുള്ള ദിവസങ്ങൾ സമയം ലഭിക്കുന്നതനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് അറിയാം മൂന്ന് നഷ്ടപ്പെടലിൻ്റെ അനുഭവമാണ്. ഒന്ന് കാണാതെ പോയ ആട്, ഹല്ലേലൂയ ദ്രഹ്മ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഹല്ലേലൂയ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ കഥ അറിയാം. 17-18 വാക്യങ്ങളിൽ ഈ ഇളയ മകൻ പറയുന്നൊരു വാക്കാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. ഐ വിൽ റൈസ് ആൻഡ് ഗോ to my father. Hallelujah, I have a sinner. Hallelujah, I have a sinner. ഞാൻ ഹല്ലേലൂയ ഹെവനോടും നിന്നോടും പാപം ചെയ്തു എന്ന് എഴുന്നേറ്റ് പറയും. സംഭവ പശ്ചാത്തലം അറിയാം. നമ്മളൊക്കെയും മുടിയൻ പുത്രൻ എന്ന പേര് കുത്തുന്നതായുള്ള അപ്പൻ്റെ ഇളയ മകൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. അവൻ്റെ അവസ്ഥയെ അറിയാം. അവൻ്റെ 3 അവസ്ഥ ഹല്ലേലൂയ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ അവസ്ഥ, അവൻ അപ്പൻ്റെ വീട്ടിൽ സുഖമായി കഴിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്കരെ പച്ച എന്ന് തോന്നിൽ അവൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒരു തീരുമാനമെടുക്കുന്നു. എടാ, നിൻ്റെ അപ്പന് ഒത്തിരി സ്വത്തൊക്കെ ഉണ്ടല്ലോ, അത് നീ മേടിച്ചോണ്ട് പോവാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഇന്ന് ഹല്ലേലൂയ കാണുന്ന അവസ്ഥയാണ്. അപ്പൻ്റെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ വിട്ടിട്ട് ഈ മകൻ അപ്പനോട് പറയുന്നു, അപ്പാ, എനിക്കുള്ള ഓഹരി തരണം. അവൻ അധ്വാനിച്ചതല്ല, അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പനോട് പറഞ്ഞപ്പോൾ ഈ അപ്പൻ അത് കൊടുത്തു. എന്താണ്? അവന് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തു ചെയ്യുന്നു? അവൻ്റെ സ്വന്തം തീരുമാനം അവിടെ എടുത്തുകൊണ്ട്, നമുക്കറിയാം ശലോമോൻ്റെ ഹല്ലേലൂയ അതിനു മുന്നേ ദാവീദിൻ്റെ ഒരു മകൻ ഹല്ലേലൂയ രാജഭരണം ഏൽക്കാൻ നേരത്തെ ഹല്ലേലൂയ യുവാക്കളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് അവരെ ഏറ്റവും പീഡിപ്പിക്കുന്ന അനുഭവം നമുക്കറിയാം. എന്നാൽ ഇവർ സ്വന്തം തീരുമാനം എടുത്തതുകൊണ്ട് ഹല്ലേലൂയ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ ദുർനടപ്പുകാരനായി. എന്താണ് ദുർനടപ്പുകാരനാവാൻ കാരണം? അപ്പനെ വിട്ടതുകൊണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കൊരപ്പനുണ്ട്. അവനൊപ്പം പറയുവാൻ ആരുമില്ല. അവനെപ്പോൾ ആരാധ്യനായിട്ട് ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ അപ്പനെ വിട്ടുകഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയം നമുക്ക് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആദ്യമൊക്കെയും കൂട്ടുകാരുണ്ട്, അവരെല്ലാം പണമുള്ളപ്പോഴുണ്ട്. എന്നാൽ അവരെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആശ്രയം നഷ്ടപ്പെട്ടു പോയിട്ട്, ഹല്ലേലൂയ സംസർഗം നഷ്ടപ്പെട്ടിട്ട്, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിട്ട്, അവന് ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാതെ ക്ഷാമം നേരിടുന്ന ഒരനുഭവം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അപ്പൻ്റെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടെ സൗഖ്യത്തോടെ, രോഗമായിരുന്നാലും ദുഃഖമായാലും ഭാരമായാലും പ്രയാസമായിരുന്നാലും അപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ജീവിതം ഏറ്റവും ധന്യകരമായി തീരുമ്പോൾ അതിനേക്കാൾ നല്ലത് ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ കുമിള പോലെ മിന്നിത്തുളങ്ങുന്ന ഈ ജടിക സുഖങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ അതിനടിമപ്പെട്ടു പോയാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതം, അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, പന്നി കഴിക്കുന്ന വാള വരെ പോരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർ ഹല്ലേലൂയ അവന് കൊടുത്തില്ല. അവനെ പന്നികളുടെ കൂടെ വിട്ടു. ജോലി ചെയ്തിട്ട് ശമ്പളമില്ല, അതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സുബോധം വന്നു. സുബോധം വന്നപ്പോഴാണ് അവൻ പറഞ്ഞ വാക്കാണ് നമ്മളിന്ന് കുറിവാക്യമായിട്ട് പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റ് ഞാൻ അപ്പൻ്റെ വീട്ടിലോട്ട് ഞാൻ ചെല്ലും.
ഹല്ലേലൂയ. മനുഷ്യ, നീ എവിടെയാണ് വീണത്? ആ വീണതോർത്തു മാനസാന്തരപ്പെടുവാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, മകനെ, മകളെ, നീ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് അവനവൻ്റെ ജീവിതത്തിൽ 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ അവളൊരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അപ്പൻ്റെ വീട്ടിലോട്ട് പോകും. ഹല്ലേലൂയ. ഒരപ്പൻ കാത്തിരിപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാരൻ ആഹാരം കഴിച്ച് വേസ്റ്റായിരിക്കുമ്പോൾ എനിക്കതുപോലും കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കുക മാത്രമല്ല, അവനൊരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ അപ്പൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകും. പോയാൽ സ്വീകരിക്കുമോ? യെശയ്യാപ്രവചനം 1:18-19 വായിക്കുന്നു, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള കർത്താവ് നമ്മെ മാടി വിളിക്കുന്നു. നീ എത്ര നാശകരമായ കുഴിയിലായിരുന്നാലും കുഴഞ്ഞ ചേറ്റിലായിരുന്നാലും നിന്റെ യോഗ്യതയോ നിന്റെ കാര്യങ്ങളോ കണ്ടുകൊണ്ടല്ല, നിന്നെ മാടി വിളിക്കുകയാണ്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ നാം കാണുന്നത് ഹല്ലേലൂയ, അവനെ ഹല്ലേലൂയ മടങ്ങിപ്പോവാനൊരു തീരുമാനം. യിരെമ്യാപ്രവചനം 15:19 പറയുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഹല്ലേലൂയ മകനായി യോഗ്യതയാക്കി തരും. മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതിന് പലപ്പോഴും മടങ്ങി വരുവാൻ നമുക്ക് മനസ്സില്ലാതെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ തേടിപ്പോകുന്നു. കാരണം മടങ്ങി വന്നില്ല എങ്കിൽ നമ്മുടെ ഒരു കർത്താവ് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 1:11 പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. എന്നാൽ ഈ മടങ്ങി വരുവിന് ഒരുങ്ങാതെ ഈ ലോകത്തിൽ ഹല്ലേലൂയ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായിരിക്കുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ധനികനായ മനുഷ്യനെ മൂഢായി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന അനുഭവം ഹല്ലേലൂയ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ മടങ്ങി വരവിൽ നമ്മൾ ഒരുങ്ങുമോ? ഒരു പക്ഷികളെ പറ്റി യിരെമ്യാവ് 8:7 പറയുന്നുണ്ട്, ആകാശത്തിലെ പെരിഞ്ഞാറിയും കൊക്കും ഇവൽപ്പക്ഷിയും ഹല്ലേലൂയ തൻ്റെ പ്രിയൻ്റെ മടങ്ങി വരവിൻ്റെ കാലം അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? അവൻ പറയുകയാണ്, ഞാൻ അപ്പൻ്റെ വീട്ടിലോട്ട് പോകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ അപ്പൻ്റെ വീട് വിട്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ ഒരു മരിച്ച അവസ്ഥയാണ്. ഹല്ലേലൂയ ആദാമും ഹൗവായും ദൈവ സാന്നിധ്യം വിട്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഈ ഫലം തിന്നുമ്പോൾ നീ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ മരിച്ചില്ല. ദൈവത്തിൽ നിന്ന് നാം അന്യപ്പെടുമ്പോൾ നാം മരണത്തിന് തുല്യരായി തീരും. ഹല്ലേലൂയ. പത്രോസ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ജീവിച്ചിരിക്കുന്നവൾ ഹല്ലേലൂയ കാമുകി മരിച്ചവൾക്ക് തുല്യമാണ്. ഹല്ലേലൂയ. നാം ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിലാണെന്ന് ഹല്ലേലൂയ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അവന് പറയുകയാണ്, ഒന്നാമതായിട്ട് ഞാൻ എഴുന്നേൽക്കും, രണ്ടാമതായിട്ട് പറഞ്ഞു ഞാൻ അപ്പൻ്റെ വീട്ടിലോട്ട് പോകും. പോകുക മാത്രമല്ല, ഞാൻ ഒരു തീരുമാനമെടുക്കും. അവൻ്റെ തീരുമാനം എന്താണ്? ഞാൻ പാപിയാണെന്ന് സമ്മതിക്കും. എന്നിട്ട് അവൻ പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു കൂലിക്കാരൊരുത്തനെ പോലെ എന്നെ ആക്കണമേ. അവൻ്റെ ജീവിതത്തിൽ ഒരു സമ്പൂർണമായൊരു ഡെഡിക്കേഷനാണ്. ഹല്ലേലൂയ വീണ സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ പ്രകാശിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മോടും പറയുന്നു, മകനെ, മകളെ, നീ ഒന്ന് എഴുന്നേൽക്കുക. നീ എവിടെയാണ് വീണത്? അവിടെ നിന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ അപ്പൻ ഹല്ലേലൂയ നമ്മെയൊക്കെയും സ്വീകരിക്കും. പലപ്പോഴും നാം വിചാരിക്കും ഈ അപ്പൻ അത്ര ക്രൂരനാണ്, നമ്മെ സ്വീകരിക്കത്തില്ല എന്ന്. എന്നാൽ ഹല്ലേലൂയ അധ്വാനിക്കുന്നവർ മത്തായി 11:28-29 വാക്യങ്ങൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആശ്വാസപ്രദൻ ഇന്നും നമ്മെ വിളിക്കുന്നു. വാ യേശുവിങ്കൽ വാ, അവൻ എന്ന് വിളിക്കുന്നു. അവൻ്റെ തൃക്കരം നീട്ടി, ആണിപ്പാടുള്ള കരം നീട്ടി അവൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ വിളി കേട്ടിട്ട് ഹല്ലേലൂയ തിരിഞ്ഞു പോകുന്ന അനുഭവമാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഈ ഹല്ലേലൂയ പന്നികളുടെ കൂടെയും ഹല്ലേലൂയ ആശ്രയം നഷ്ടപ്പെട്ട, ഹല്ലേലൂയ സുരക്ഷിതം നഷ്ടപ്പെട്ട ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് ഈ ദൈവവചനം നമ്മെ സമർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ പറയാണ്, അപ്പാ ഞാൻ പാപിയാണ്, ഹല്ലേലൂയ നീ എന്നെ സ്വീകരിക്കണമേ എന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുകയാണ്, അപ്പാ എന്നെ മകനായി നീ നോക്കണ്ട, ഒരു കൂലിക്കാരൊരുത്തനെ പോലെ എന്നെ ആക്കണമേ. ഭക്തന്മാർ പാട്ട് പാടുമല്ലോ, എന്തോ അവർ പാടുന്നത്, കൂലിക്കാരൻ അല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. കൂലിക്കാരനല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ. രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ. രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ. സ്വന്തക്കാരനാണല്ലയോ കഷ്ടതകൾ തീർക്കുവാൻ, ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവിപ്പോൾ വന്നിടുന്നു. ഹല്ലേലൂയ, ഈ കഷ്ടത മാറുവാൻ, ഈ പ്രയാസം മാറുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. ഒരേ ഒരു കാര്യം ഈ അപ്പൻ്റെ ഇളയ മകൻ പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, നിന്നോടും ഹല്ലേലൂയ ഞാൻ സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ ഹല്ലേലൂയ മൂന്നാമത്തെ അവസ്ഥയിലോട്ട് വരുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ അവസ്ഥ അപ്പനെ വിട്ടുകഴിഞ്ഞാൽ, സ്വന്തം തീരുമാനമെടുത്താൽ, ദുർനടപ്പുകാരനായി ആശ്രയം നഷ്ടപ്പെട്ട്, സംസർഗം നഷ്ടപ്പെട്ട്, സുരക്ഷിതത്വം നഷ്ടപ്പെട്ട്, ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ ഹല്ലേലൂയ സുബോധമില്ലാതെ ജീവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അവനൊരു തീരുമാനമെടുത്തു, എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. എവിടെയാണ് ഞാൻ വീണത്? അവന് സുബോധം വന്നു. അവൻ്റെ തീരുമാനമാണ് രണ്ടാമത്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ അപ്പൻ്റെ അടുക്കലോട്ട് പോകും. ഹല്ലേലൂയ, അപ്പാ ഹല്ലേലൂയ, ഞാൻ ഇപ്രകാരം പറയും, പാ ഞാനൊരു പാപിയാണ്, ഹല്ലേലൂയ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, കൂലിക്കാലൊരുത്തരെപ്പോൾ എന്നെ സ്വീകരിക്കണമേ എന്ന് ഞാൻ ഹൃദയത്തിൽ പറയുമെന്നേ പറഞ്ഞുള്ളൂ, പറഞ്ഞില്ല. പറയുമെന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അവൻ വീട്ടിൽ നിന്ന് അപ്പൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അപ്പൻ്റെ ഒരേ ഒരു മകൻ ഹല്ലേലൂയ നല്ലതായിട്ട് ജീവിച്ചവനാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൽ ഒരു കൊലക്കേസ് പ്രതിയായി പലായതായി ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വന്നു. എന്നാൽ ഒരു ദിവസം അവൻ്റെ നല്ല നടപ്പിന് അവനെ ഹല്ലേലൂയ ജയിലിൽ നിന്ന് വിടുവാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ അപ്പനൊരു ലെറ്റർ എഴുതി, അപ്പാ എന്നെ ഇന്ന് ജയിലിൽ നിന്ന് വിടുകയാണ്, ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പാ എന്നെ സ്വീകരിക്കുമോ? എൻ്റെ പാപങ്ങൾ പപ്പ പലവട്ടോ എന്നോട് പറഞ്ഞിട്ട് ഞാനതൊന്നും ചെയ്തില്ല. എന്നാലിപ്പോൾ ഞാനിതാ കർത്താവിനെ, ഞാനൊരു നല്ല പൈതലായി, ഞാൻ വെളിയിൽ വന്ന് ജീവിപ്പാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു, അപ്പൻ എന്നെ സ്വീകരിക്കുമോ അപ്പാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ലെറ്റർ എഴുതുകയാണ്. എഴുതിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം ഇത്രാം തീയതി നമ്മുടെ അതിലേക്കൂടെ വരുന്ന ആ ട്രെയിനിൽ വരും, അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. നമ്മുടെ വീട് കഴിഞ്ഞാണല്ലോ ആ സ്റ്റോപ്പ്. എന്നാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വലിയൊരു മരമുണ്ട്. ആ മരത്തിൽ അങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഒരു വെള്ളക്കൊടിയൊന്ന് കെട്ടണമേ എന്ന് പറഞ്ഞു. ഈ അപ്പൻ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുകയാണ്. തൻ്റെ ഏക മകൻ ഹല്ലേലൂയ കാത്തിരിക്കുമ്പോൾ ഈ അപ്പനും അമ്മയും ഹല്ലേലൂയ വലിയൊരു കടയിൽ പോയി തുണി മേടിച്ചുകൊണ്ട് വന്നു അത് വലിയൊരു കൊടിയാക്കിയിട്ട് കുറേ തുണികൾ ചെറിയ ചെറിയ തുണികളാക്കി ആ മരത്തിൻ്റെ മുകളിൽ ഒത്തിരി ഒത്തിരി കൊടികൾ നാട്ടി. അപ്പോൾ
ഈ അമ്മ അപ്പനോട് ചോദിച്ചു, മോനൊരു കൊടിയേ ചോദിച്ചോളല്ലോ, എന്തിനാണ് ഇത്രയും കൊടി? അപ്പൻ പറഞ്ഞു, അവൻ പോകുമ്പോൾ നമ്മൾ ഒരു കൊടിയെ വെച്ചുള്ളെങ്കിൽ ആ കൊടി കണ്ടില്ല എങ്കിൽ അവന് ഇങ്ങോട്ട് വരത്തില്ല. അവൻ കാണാതിരിക്കരുത്, ഏതെങ്കിലും ഒരു കൊടി അവൻ കാണും. ഈ അപ്പൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കും. അവൻ മനം തിരിഞ്ഞ് മനസ്സലിവിൻ്റെ ഇതായ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ സ്വീകരിക്കും. അങ്ങനെ ഹല്ലേലൂയ മൂന്നാമത്തെ അവസ്ഥയിലോട്ട് പോവുകയാണ്. ഈ മകൻ പറയുകയാണ്, ഞാൻ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത്? അപ്പൻ്റെ വീട്ടിലോട്ട് പോകുവാൻ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ പാപത്തിനടിമപ്പെട്ടുകൊണ്ട് അപ്പൻ്റെ വീട് വിട്ടുകൊണ്ട് ഹല്ലേലൂയ കൂട്ടുകാർ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് അപ്പനും അമ്മയേക്കാൾ ഏറ്റവും വലുത് അവരാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നിനക്ക് ദീർഘായുസ്സ് ഉണ്ടായിരിക്കാൻ ഹല്ലേലൂയ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഹല്ലേലൂയ അതാദ്യ കൽപ്പനയാകുന്നുവല്ലോ. ഹല്ലേലൂയ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ ഈ വാക്കുകൾ കേട്ടനുസരിച്ചാൽ ഞാൻ നിന്നെ വാലല്ല തലയാകും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ ഈ അപ്പൻ ആരാണെന്നൊരു ബോധം നമുക്ക് വേണം. ഹല്ലേലൂയ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഹല്ലേലൂയ കാലിൽ ചെരുപ്പില്ലാതെ, ശരീരത്തിന് ഹല്ലേലൂയ ഉടുപ്പിടാതെ മുഴുവൻ അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും അപ്പന് പരിക്കനാണ്, ഹല്ലേലൂയ അപ്പന് സൗന്ദര്യമില്ല എന്ന് പറയും. ഹല്ലേലൂയ കൂട്ടുകാരുടെ മുന്നിൽ വീട്ടിലെ ജോലിക്കാരനാണെന്ന് പലപ്പോഴും നമ്മൾ പറയും. എന്നാൽ ഈ അപ്പൻ ആരാണ്? ആ മകനെ തിരിച്ചു വരുമെന്ന് നോക്കിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ അപ്പൻ മകന് കൊടുക്കുന്നതായുള്ള ഹല്ലേലൂയ അനുഗ്രഹമാണ് മൂന്നാമതായിട്ട്. അത് ലഭിക്കണമെങ്കിൽ നാം എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ഈ അപ്പൻ തരുന്നത് എന്താണ്? ഓടിച്ചിടന്ന് അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ എത്ര വലിയ സ്നേഹമാണ്! ഹല്ലേലൂയ എൻ്റെ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോയതാണ്, അവൻ മുടിഞ്ഞവനാണ്. ഹല്ലേലൂയ അവനിനി എനിക്ക് വേണ്ട, ഞാൻ എഴുതി തള്ളിയതാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ അവൻ മനസ്സലിഞ്ഞും മാനസാന്തരപ്പെട്ട് ആ അപ്പൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അവനെ കണ്ടു. ആദ്യം കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഹല്ലേലൂയ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത്ര വലിയൊരു സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഹല്ലേലൂയ നമുക്കവിടെ കാണുന്നത്. ഒന്നാമതായിട്ട് അവനെ കണ്ടപ്പോൾ അവൻ്റെ വസ്ത്രം കണ്ടു. എത്ര നല്ല വസ്ത്രവുമായിട്ടാണ് പോയത്. എന്നാൽ പന്നികളുടെ ചെളിയിലും എല്ലാം അവൻ്റെ വസ്ത്രം കണ്ടപ്പോൾ ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഹല്ലേലൂയ അവൻ്റെ വസ്ത്രം മാറ്റുവാൻ. ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഒരു നല്ല വസ്ത്രം. ഹല്ലേലൂയ സങ്കീർത്തനം 45 പറയുന്നുണ്ട്, അവൻ എന്നെ ചിത്രത്തയ്യലുള്ള ഹല്ലേലൂയ വസ്ത്രം ധരിപ്പിക്കുന്നു. അന്തഃപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണമാകുന്ന പോലെ അവൻ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ച് അനേക തോഴിമാരുടെ ഈ മണവാളൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഹല്ലേലൂയ അങ്ങനെ ഈ യെശയ്യാപ്രവചനം 61:10 പറയുന്നുണ്ട്, മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ഹല്ലേലൂയ ആ ശിരസിൽ വസ്ത്രമണിയുന്ന പോലും അവൻ എന്നെ രക്ഷാവസ്ത്രം. അങ്ങനെയെങ്കിൽ ഒന്നാമതായിട്ട് ഇവൻ മനസ്സലിഞ്ഞടുത്ത് വന്നിട്ട് ഈ രക്ഷ ദൈവം നമുക്ക് വസ്ത്രം തരുന്നു. എന്തുവാണ് രക്ഷ? അവന് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 16:30 പറയുന്നു, കാരാഗൃഹ പ്രമാണി പൗലോസ് ശീലാസിനോട് ചോദിക്കുന്നു, അല്ലയോ യജമാനന്മാരെ, മുമ്പ് വരെ അടിക്കുകയും പിടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ആ കാരാഗൃഹ പ്രമാണി ഇപ്പം പറയുവാണ്, യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണം രക്ഷപ്പെടുവാൻ? അവർ പറഞ്ഞു, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ റോമർ 10:9 പറയുന്നു, യേശുവിനെ
കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകയും ചെയ്താൽ ഹല്ലേലൂയ ഈ രക്ഷയുടെ വസ്ത്രം ദൈവം നമുക്ക് തരും. അങ്ങനെയെങ്കിൽ സക്കറിയ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജോഷുവ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ അവനൊരു മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് നിന്നപ്പോൾ പറയുകയാണ്, ഈ വസ്ത്രം അവനിൽ നിന്ന് അഴിച്ചു മാറ്റ്. അവന് നമ്മൾ കൊടുക്കുന്ന വസ്ത്രം ഉത്സവ വസ്ത്രം, രക്ഷാവസ്ത്രം തരുന്നു, ചിത്രത്തിലുള്ള വസ്ത്രം തരുന്നു. മണവാട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ നമുക്ക് മണവാളൻ്റെ ഹല്ലേലൂയ കൂടെ പോകുവാൻ ഹല്ലേലൂയ നല്ല വസ്ത്രം തരുന്നു, ഇതെല്ലാം തരും. എന്നാൽ ഹല്ലേലൂയ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ മത്തായി 22:11 ഹല്ലേലൂയ ഒരു രാജാവ് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ഹല്ലേലൂയ ആൾക്കാരെ എല്ലാം വിളിച്ചു, വഴിത്തലയിൽ കിടന്ന എല്ലാവരെയും വിളിച്ചു. എന്നാൽ അവർ വന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യന് വസ്ത്രമില്ല, അവനെ ഇറക്കി വിട്ടു. എന്നാൽ ഈ വസ്ത്രം നേരത്തെ കൊടുത്തതാണ്, എന്നാൽ അവൻ മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അവൻ നോക്കിയപ്പോൾ വസ്ത്രമില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വസ്ത്രം, ഈ രക്ഷയുടെ വസ്ത്രം ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ അഴുക്കിൽപ്പെടാതെ ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ 18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്കം, ക്രോധം, ദ്വന്ദ്വത, ഭിന്നത, വെറിക്കൂത്ത് ഇവയെല്ലാം കാണുന്നു. എന്നാൽ ആ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അവൻ അതിൻ്റെ 22-23 വാക്യങ്ങളിൽ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയ ജയം. അതുകൊണ്ട് ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മെ മാടി വിളിക്കുന്നു. ഈ വസ്ത്രം അവൻ തരുന്നു. രണ്ടാമതായിട്ട് എന്തുവാ തരുന്നത്? അവന് മോതിരം കൊടുക്കുകയാണ്. മോതിരം എന്തുവാണ്? എഫേസ്യ ലേഖനം 1:14 ഇപ്രകാരം പറയുന്നു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് അവൻ അവകാശത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് അതിൻ്റെ അച്ചാരമായും അവൻ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ മുദ്രയിടുന്നു. ഈ മോതിരം തരുന്നത് രക്ഷിക്കപ്പെട്ട ദൈവവേദന. രണ്ടാമത് തരുന്നത് അവനെ പരിശുദ്ധാത്മാവിൽ ഒരു നിറവാണ്. യോഹന്നാൻ 16:7 പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. ഈ മോതിരം തന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവനൊരു ഉപസമ്മതം ചെയ്തിരിക്കുകയാണ്, ഇനി ഒരുത്തനും നിന്നെ വകയില്ല, ഞാൻ നിന്നെ മുദ്രയിട്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്, നീ ഹല്ലേലൂയ എനിക്കുള്ളതാണ്, ഞാൻ നിന്നെ ചേർക്കുവാൻ ഹല്ലേലൂയ കടന്നു വരും. മൂന്നാമതായിട്ട് അവന് കൊടുത്തത് ചെരുപ്പാണ്. എന്താണ് ചെരുപ്പ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ എന്താണ് അവിടെ പറയുന്നത്? സമാധാന സുവിശേഷം കാലിന് ചെരുപ്പിടണം. കാരണം എന്താണ്? ഹല്ലേലൂയ നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും ഇതിനോടും കണ്ട് നമ്മൾ ചവിട്ടുന്നത്, നമ്മൾ ഹല്ലേലൂയ നോക്കുന്നത് എല്ലാം പാപത്തിലോട്ടാണ്. എന്നാൽ ഈ പാപത്തെ വിട്ടു പോകുവാനല്ല, ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കൊരു സെപ്പറേഷൻ ഉണ്ട്. അവിശ്വാസിയുമായി നാം ഇണയില്ലപ്പെടാൻ നമുക്കൊരു ചെരുപ്പ് തരുന്നത് ഹല്ലേലൂയ നാം ആരാണെന്നുള്ളൊരു ബോധം വേണം. ഹല്ലേലൂയ ഈ ചെരുപ്പ് നമുക്ക് തരുന്നു. അത് തന്നെയുമല്ല, അടുത്തൊരു കൂട്ടായ്മ ഹല്ലേലൂയ തടിപ്പിച്ച ആടിനെ കൊണ്ട്, ആ കാളയെ കൊണ്ട് ഹല്ലേലൂയ അവിടെ ഒരു വലിയ അത്താഴം. എബ്രായ ലേഖനം പറയുന്നു, രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ ഹല്ലേലൂയ വസ്ത്രം ലഭിച്ച ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് ലഭിച്ച ദൈവവൈതലേ. എബ്രായർ 13:14 പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും നീ മറക്കരുത്. എന്നിട്ട് ഹല്ലേലൂയ അവസാനം പറയാണ്, ഇവ മറ്റുള്ളവർ പറയാണ്, ഇവ നീ എന്നെ മരിച്ചവനായിരുന്നു. ഇത് ഹല്ലേലൂയ ഹല്ലേലൂയ അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം തന്നെ 1/2 മണിക്കൂറിന് മേളിലായി. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസത്തിൻ്റെ ബാക്കിയും തുടർന്നുള്ള ദിവസങ്ങളിൽ സമയമുണ്ടെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ചിന്തയും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. എവിടെയാണ് നാം വീണതായുള്ള പുതിയ നിയമത്തിലെ ഹല്ലേലൂയ അപ്പൻ്റെ ഇളയ മകൻ്റെ ആദ്യത്തെ അവസ്ഥ, അവൻ്റെ തീരുമാനം, അവന് ലഭിച്ചതായുള്ള നന്മ നാം കേട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ശോധനിക്കാം. നമ്മുടെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ടുറങ്ങിയ പല ദിവസങ്ങളുണ്ട്. ആരും സഹായമില്ലാതെ നാം മുന്നോട്ട് പോയപ്പോൾ നമ്മെ തേടി വന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹത്തിന് മുന്നിൽ ആയിരിക്കുന്നിടങ്ങളിൽ
നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഈ പാട്ടിൻ്റെ ഈരടി പ്രകാരം നമുക്ക് പാടാം. ദൈവമേ എന്നെ സഹായിക്കണമേ, ഇന്ന് കേൾപ്പിച്ച വചനം എന്നെ തുടർന്നും ക്രിയ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ കൂടെയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ കൂടെയുണ്ട്. നന്ദിയാൽ നിറയും എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്താൽ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്താൽ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അനുദിന വേദ ചിന്തകൾ